കുറേ നാളായി ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഞാൻ ഈ അടുത്തിട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു സ്കൂൾ ലൈഫിൽ മേടിച്ച കുറച്ച് ഗ്രീറ്റിംഗ് കാർഡ്സിനെ പറ്റി. അപ്പോൾ അതിൽ വന്ന കമൻറ്റാണ് അതൊന്ന് കാണിച്ചു തരുമെന്ന്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എനിക്ക് കിട്ടിയ ഗ്രീറ്റിംഗ് കാർഡ്സാണ് കാണിച്ചു തരുന്നത്. എൻ്റെ കയ്യിൽ കിട്ടിയ എല്ലാ ഗ്രീറ്റിംഗ് കാർഡ്സും ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഓരോ കാർഡും നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ₹1 കാർഡ്. പ്രിയപ്പെട്ട ഫിദയ്ക്ക് ഞങ്ങളുടെ 1000 ക്രിസ്മസ് പുതുവത്സരാശംസകൾ, നെസ്മി ബിസ്മി ആണ്. ₹2 കാർഡ് കണ്ടില്ലേ, പോപ്പപ്പ് കാർഡ്. അന്നൊക്കെ ഈ ഒരു കാർഡെന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമായിരുന്നു. ഇതാരാ തന്നത്? അഫ്ന. ഡിയർ ഫിദ, വിശാല സുന്ദരമായ ലോകത്ത് നിരാശയുടെ പൂച്ചെണ്ടുമായി വന്ന കൂട്ടുകാരിക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് അഫ്ന എ. അടുത്തത് ഇതാരാ തന്നത്? ഇതെനിക്ക് തോന്നുന്നു ₹5 കാർഡാണെന്ന് തോന്നുന്നു. കുറച്ചും കൂടി വലുപ്പമുണ്ട് അല്ലേ, ₹2 ആയിരിക്കും. ഇതാരാ തന്നത്? അമൃത. ഈ അഫ്ന, അമൃത, ബിസ്മി, നസ്മി, ഫിദ, ശീതൾ, രമ്യ, ഞങ്ങൾ ഇത്രയും പേരും 7 പേര് ഫ്രാൻബാസ് എന്നൊക്കെ ഒരു പേരൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഒരു ഗ്യാങ്ങൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത ന്യൂ ഇയർ കാർഡ്. ഇതൊക്കെ ₹2 കാർഡാണേ. ഇപ്പോഴൊക്കെ ഇതൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ന്യൂ ഇയർ കാർഡ്. ഇതാരാ തന്നത്? ഇതും ശീതള്. നമ്മൾ ഇങ്ങനെ കാർഡിൽ ഒരു വിഷ് മാത്രമല്ല, ഒരു ഓട്ടോഗ്രാഫ് പോലെ. അതൊക്കെ ഒരു കാലം. ഇതൊന്നും ഒരു ഫേസ്ബുക്കിനും ഒരു വാട്സപ്പിനും ഒന്നും കിട്ടൂല. അടുത്തത് ഇത് കുറച്ചും കൂടി വലിയ കാർഡാണ്. ഇതാരാ തന്നത്? ഇത് കിറ്റി. വിഷ് യു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. കിറ്റി എന്ന് പറയുമ്പോൾ ഐശ്വര്യ, എൻ്റെ എന്താ പറയുക അവളെക്കുറിച്ച്, എൻ്റെ കുട്ടിയിലത്തെ ഉള്ള ഫ്രണ്ടാണ്. എന്ന് വെച്ചാൽ ഞാൻ കണ്ണു തുറന്നപ്പോഴേ കാണുന്നൊരുത്തി എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ കുടുംബ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു അവൾ. എൻ്റെ കളിക്കൂട്ടുകാരി, ബാല്യസഖി, എന്തൊക്കെയോ സ്പെഷ്യാലിറ്റി ഉണ്ട് അവൾക്ക്. ഇത് അവൾ തന്നതാണ്. ഇതാരാ തന്നത്? കാക്ക മലർന്ന് പറന്നാലും ആകാശം ഇടിഞ്ഞ് വീണാലും നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് പിരിയില്ല, കാരണം കണ്ടക ശനി കൊണ്ടേ പോകൂ. ശരിയാണ്. ഇപ്പോഴും ക്ലാസ്മേറ്റ്സ് മാത്രമല്ല തന്നിട്ടുള്ളത്. ഇത് നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന ടൈമിൽ, ഞാൻ 8ാം ക്ലാസ് മുതൽ ഞാൻ പോയിരുന്നത് നമ്മളെ പ്രൈവറ്റ് ബസ്സിലാണ്. അപ്പോൾ ആ ബസ്സിൽ പോയിട്ട് ഒരു ഒരു പ്രൈവറ്റ് കോളേജിൽ പഠിച്ച ചേച്ചിയായിട്ട് കമ്പനി ഉണ്ടായിരുന്നു. ആ ചേച്ചി തന്നതാണിത്. ബസ്സിൽ മാത്രം കണ്ടുള്ള പരിചയമാണേ. ആ ചേച്ചി എന്നതാണിത്. മൈ ഡിയർ നിലവിലെ വെളിച്ചം. ഇംഗ്ലീഷ് മാസങ്ങളുടെ പേരെഴുതിക്കൊണ്ട് വന്ന ഫിദയോട് ടീച്ചർ, ഇതിൽ മാസങ്ങളാണല്ലോ നീ എഴുതിയിരിക്കുന്നത് ഫിദ. മാർച്ച് പോലീസ് നിരോധിച്ചെന്ന് ഇന്ന് പത്രത്തിലുണ്ടായിരുന്നു. നമ്മൾ ഈ 8, 9 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കൊടുത്തിട്ടുള്ളതൊക്കെ ഇതൊക്കെയാണ്. കുറച്ചൊന്ന് വലുതായെന്ന് വെച്ചാൽ ഒരു +1 +2 ടൈമിലായപ്പോഴാണ് ഈ കാർഡൊക്കെ മേടിച്ചു തുടങ്ങിയത്. അടുത്തത് ഇതാരാണ് തന്നത്? ഒന്നും ഓർമ്മയില്ല, അതുകൊണ്ടാണ് ആരാണ് വന്നു. മേരാ രമ്യ. മൈ ഡിയർ ഫ്രണ്ട്, വിഷ് യു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ബൈ യുവർ ബെസ്റ്റ് ഫ്രണ്ട് രമ്യ ആർ നായർ. ഡിയർ ഫിദ, പൂവായി വിരിഞ്ഞാലും പൂക്കളായി പൊഴിഞ്ഞാലും മഴയായി പെയ്താലും മഞ്ഞായി വിരിഞ്ഞാലും നീ എൻ കൂട്ടുകാരി, അവൻ എൻ കൂട്ടുകാരൻ, നമ്മളെല്ലാം കൂട്ടുകാർ. ബൈ രമ്യ ആർ നായർ. രമ്യു, ഐ ലവ് യു സോ മച്ച്. ബർത്ത്ഡേക്ക് എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള ചേച്ചി തന്നത്. ഇത് എൻ്റെ ഫിദ മോൾക്ക് 1000 ജന്മദിന ആശംസകൾ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഐ ലവ് യു ബൈ യുവർ ഫ്രണ്ട് രമ്യ ആർ നായർ. ഇത് ബർത്ത്ഡേക്ക് കിട്ടിയതാ. ഫോർ യു. ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെ കാർഡ് കണ്ടില്ലേ, സ്വീറ്റ് ഹാർട്ട്.
അന്ന് വിവരമില്ലല്ലോ, പഠിക്കുമെങ്കിലും ലോകപരിചയം അല്ലെങ്കിൽ ഇതൊന്നും കണ്ടാലും മനസ്സിലാവാത്തൊരു പരുവമായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാർഡ്, സ്വീറ്റ് ഹാർട്ട്, ലവേഴ്സിന് അല്ലെങ്കിൽ ഒരു വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡിനൊക്കെ കൊടുക്കുന്ന കാർഡ് നമ്മൾ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ലവ് ഇതാണ് സംഭവം. പക്ഷേ വി കണ്ടില്ല. വി എവിടെയോ പോയി. വി കണ്ടില്ലല്ലോ, എവിടെ പോയാന്തോ. ഒന്നുമില്ല. ന്യൂ ഇയർ കാർഡ്. ഇതിൻ്റെ അകത്താണ് എഴുതി വെച്ചിരിക്കുന്നത്. കുത്തിപ്പൊളിച്ചൊക്കെ വായിക്കണം. ഡിയർ പിത്തു, ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എന്നിട്ട് താഴെ ബഷീദ. ഇതാര് തന്നതാ? നിസ്മി ബിസ്മി ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കണ്ട, ഇതും ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഈ ലവും നമ്മളെങ്ങനെ പോവും, കാർഡ് ഇഷ്ടപ്പെടും, മേടിക്കും, എന്നിട്ട് കൊടുക്കും. അതാ ഈ കാർഡ്. ഇത് എനിക്കൊരു സ്പെഷ്യൽ ആൾ തന്നതാണ്. വേറെ ആരുമല്ല, എൻ്റെ പപ്പ, എൻ്റെ ബാപ്പുജി. ഞാൻ തന്ന ഓർമ്മയൊന്നും സത്യം പറഞ്ഞാൽ എനിക്കില്ല. പപ്പ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ പപ്പായുടെ പൊന്നു മോൾക്ക് മോളുടെ 8ാമത്തെ പിറന്നാളിന് പപ്പായുടെ എല്ലാവിധ ആശംസകളും. ഇനിയും ഇതുപോലെ 1000 പിറന്നാൾ ഉണ്ടാവട്ടെ എന്ന് പപ്പ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പപ്പ. സ്പെഷ്യൽ. ഇതെന്താ? ഏതോ ഒന്നിൽ നിന്നും ഇളക്കി വീണതാണെന്ന് തോന്നുന്നു. ശീതളാണ്. ഇത് ബർത്ത്ഡേക്ക്. ഇതും ബർത്ത്ഡേ. ഇത് ആര് തന്നതായി? ഇത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, കിറ്റി ഐശ്വര്യ, എൻ്റെ ബാല്യകാല സഖി. അവൾ എനിക്ക് ചെയ്തു തന്നതാണ്. നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ്, വർക്കല ഹെലിപ്പാഡ്. അപ്പോൾ ഈ ഫോറിനേഴ്സൊക്കെ വരുമ്പോൾ നല്ല കമ്പനിയാണ്. അപ്പോൾ അവരെന്തോ അവൾക്ക് കൊടുത്തൊരു ഈ സ്റ്റിക്കർ ബുക്ക് ഉണ്ടായിരുന്നു. ഈ ഗ്രീറ്റിംഗ് കാർഡും ഉണ്ടാക്കുന്ന ഈ പേപ്പറും ഒക്കെ ഉള്ളൊരു ടൈപ്പ് ബുക്ക്. അപ്പോൾ അതിൽ വെച്ചിട്ട് അവളെനിക്ക് ഉണ്ടാക്കി തന്നതാണത്. ഒരു നിധി പോലെ ഇതെല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. മൈ ഡിയർ ഫിദ, ഐ വിഷ് എ ഹാപ്പി ബർത്ത്ഡേ ആൻഡ് ഹാപ്പി ലോങ് ലൈഫ് ടു. പഠിച്ചപ്പോൾ കിട്ടിയത് എം ഗോമിന്. ഹസ്നി. എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ഫ്രണ്ട് തന്നതാണ്. ഇത് അഫ്ന തന്നതാണ്. ഞങ്ങൾ ഒരുമിച്ച് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഡിഗ്രിക്ക് ഒരുമിച്ചായിരുന്നു. ഞാൻ അഫു എന്ന് വിളിക്കും സ്നേഹം വരുമ്പോൾ. വീണ്ടും രമ്യ. ഇത് ഇങ്ങനെയൊന്നും തുറക്കാൻ പറ്റത്തില്ല. വായിക്കണമെങ്കിൽ ഇങ്ങനെ വായിക്കണം. എൻ്റെ ഫിദമോൾക്ക് 1000 ജന്മദിനാശംസകൾ നേരുന്നു എന്ന് രമ്യ ആർ നായർ. സാമ്പാറിൽ മുങ്ങിത്തപ്പി വെണ്ടയ്ക്ക കഷ്ണം കിട്ടി, നിന്നെ മാത്രം കിട്ടിയില്ലല്ലോ എൻ്റെ ഉണ്ടത്തക്കാളി. എനിക്ക് ഏറ്റവും ലാസ്റ്റ് കിട്ടിയ കാർഡ്, അതായത് എൻ്റെ കല്യാണത്തിന് കിട്ടിയ കാർഡ്. ഹാപ്പി മാരീഡ് ലൈഫ് ഡിയർ ഫിദു ബൈ ഐശ്വര്യ. കിറ്റി. 5 വർഷമായി.
5 വർഷം ആയി എന്ന് പറഞ്ഞാൽ 8-ാം തീയതി ആകുമ്പോൾ 5 വർഷമാവും ഇതെൻ്റെ കൈ കിട്ടിയിട്ട്. അതായത് 8-ാം തീയതിയാണ് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.